ഗുഡ് ഈവനിങ്. അങ്ങനെ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ഏകദേശം ഇന്നത്തെ ഫുൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ട്രെയിനിങ് ബാച്ചസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ കുറേ ദിവസമായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ച കൈരളി റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള മീൽസ് കഴിച്ചു. അടിപൊളി. ഇനിയിപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷപ്പായി അമ്പലത്തിലേക്ക് ഒന്ന് പോകണം. കുറേ ദിവസമായി പ്ലാൻ പക്ഷെ ഭയങ്കര മഴ. ഇന്ന് പക്ഷെ മഴയൊന്നും ഇല്ല. മഴയൊക്കെ ഒന്ന് ഏകദേശം ഒരു ലെവൽ വരെ മഴ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മഴയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ പോസ്റ്റ് മാംഗ്ലൂർ ഡയറീസിൽ പോസ്റ്റ് ഇട്ടപ്പോൾ പുള്ളിക്കാരി എനിക്കൊരു സജഷൻ തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ലൈക്ക് ബാംഗ്ലൂരിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ്. ആ പ്ലേസിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ടൈം എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. അമ്പലം ഏതാണെന്നുള്ളത് ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം. കാരണം എനിക്ക് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പേര് അപ്പം ഇനി മാപ്പൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ട് വേണം പറയാൻ. സോ വണ്ടിയിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പം നമുക്ക് ഇന്നത്തെ വൈകുന്നേരം സന്ധ്യ അങ്ങനെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് അല്ലേ? വരും. ഓക്കെ, അപ്പോൾ ഞങ്ങളത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് റെഡി ആയി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പബ്ബാസ് ഐഡിയൽ കഫേ എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടൊന്ന് പോകണം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഒരു പ്ലേറ്റ്, അതായത് താലി ഡെസേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെവിയാണ്. അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പേർക്ക് കഴിക്കാം. അത്ര പേർക്കുള്ളതുണ്ട്. നമുക്ക് നോക്കാം. എന്നിട്ട് വണ്ടിയിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എവിടേക്കാ പോണേ, അയ്യോ ലിഫ്റ്റ് അമർത്തിയില്ല, എവിടേക്കാ പോണേന്നുള്ളത് പറഞ്ഞുതരാം അല്ലേ? എവിടേക്കാ പോണേ? അമ്പലത്തിലേക്ക്. ഏത് അമ്പലത്തിലേക്കാന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, വെയിറ്റ്. അങ്ങനെ ഞങ്ങള് അമ്പലം പോകാനുള്ളൊരു ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ പോയിട്ടുള്ളൊരു അമ്പലമാണ്. അതാണ് പേര് ഞാൻ കുറേ തപ്പി. എന്നിട്ടിപ്പോൾ വണ്ടിയിൽ കയറിയപ്പോഴാണ് ലൊക്കേഷൻ നോക്കിയത്. കുഡ്രോളി ശ്രീ ഭഗവതി ടെമ്പിൾ. അത് ഞാൻ പ്രൊണൗൺസ് ചെയ്ത് കറക്റ്റ് ആണെന്ന് അറിയില്ല. എന്നെ ആവുന്ന രീതിയിൽ ഞാൻ പ്രൊണൗൺസ് ചെയ്യുക. കുഡ്രോളി ശ്രീ ഭഗവതി ടെമ്പിൾ. ഇവിടുന്ന് ഒരു 7 മിനിറ്റ് അങ്ങോട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് അമ്പലത്തിന്റെ ഒരു അന്തരീക്ഷം. നല്ലൊരു അമ്പലമാണ്. അമ്പലത്തിന്റെ അകത്തേക്ക് മൊബൈല് കയറ്റാൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സോ പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാൻ കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ല അമ്പലമാണ്. നിങ്ങൾ വരികയാണെങ്കിൽ ആ അമ്പലത്തിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പോവാം അല്ലേ? മഴ പതുക്കെ പതുക്കെ ചായ തുടങ്ങിയല്ലേ? നമ്മൾ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ വന്നുപെട്ടു. വർക്കിന്റെ അല്ല, ഒരു ചെറിയൊരു നമുക്കൊരു ഡീറ്റെയിൽസ് കിട്ടണമായിരുന്നു ഒരു കോളേജിൽ നിന്ന്, 2 കോളേജിൽ നിന്ന്. പക്ഷെ അതൊന്ന് ഡിലേ ആയി പോയി. അത് കാരണമാണ് കുറച്ച് ലേറ്റ് ആയത്. പിന്നെ ഇറങ്ങുന്ന സമയത്ത് ബോസ് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറായിട്ട് കുറച്ചൊന്ന് സംസാരിച്ചിരുന്നു. അങ്ങനെ ആ ടൈം ഇതുകൂടി. പക്ഷെ കുഴപ്പമില്ല. ഇപ്പൊ സമയം ഏകദേശം ഒരു 6:15 ആ ടൈം ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ നടന്നായിരുന്നു പോയത്. അതെ, കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ നടന്നാണ് പോയത്. അന്ന് ഞാൻ പറഞ്ഞില്ലേ മഴയുണ്ടായിരുന്നില്ല. അന്ന് മഴയില്ലാത്ത കാരണം കുറച്ച് നല്ല, അതും ഈ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി വൈകി. ഞങ്ങളുടെ ഇനിയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലം ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒന്ന് അയച്ചിട്ടുണ്ട്. അവിടേക്ക് ഒന്ന് പോയി നോക്കാം നമുക്ക്. മേ ബി എങ്ങനെയുണ്ട് സ്ഥലം നമുക്ക് നോക്കണ്ടേ? അതൊന്ന് നോക്കണം. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കണം. നാളെ ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് തിരിക്കും. കാരണം ഇന്ന് തന്നെ എനിക്ക് കോള് വന്നു, അടുത്ത ആഴ്ച ചെന്നൈയിലേക്ക് ഉണ്ടാവണം. ചെന്നൈയിൽ ഞങ്ങളുടെ വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഹെഡ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് കോളേജ് കണക്ട്സ് ഒക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ആഴ്ചക്ക് ചെന്നൈ ആണ്. ഇനി ചെന്നൈ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കണം എങ്ങനെയാണ് എന്താണെന്നൊക്കെ. മൊത്തം ട്രാവലിംഗ് ആണ് ഇപ്പോ സത്യം പറഞ്ഞ ഈ ജൂലൈ മാസത്തില്. അപ്പൊ ഇതാണ് നമ്മുടെ കുഡ്രോളി ശ്രീ ഭഗവതി
ടെമ്പിൾ. മുകളിലത്തെ ആർച്ച് കിട്ടിയില്ല. മുകളിലത്തെ ആർച്ച് കിട്ടിയില്ല. കണ്ടോ, ഇതാണ് അമ്പലം. ഈ ജനല് ഇങ്ങനെയുള്ള കാരണം കാണില്ല, നോക്കാം. കുട്രോളി ഭഗവതി ടെമ്പിളിലേക്ക്, ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാം. എനിക്ക് അറിയില്ല, തൊഴുന്നപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പലമൊക്കെ തുറന്നിട്ടുണ്ട്, പാട്ടൊക്കെ കേൾക്കാം. ഇതിന്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അമ്പലത്തിന്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു. ഇതാണ് നമ്മുടെ കുട്രോളി ശ്രീ ഭഗവതി ടെമ്പിൾ. ഇങ്ങനെയാണ് അമ്പലത്തിന്റെ. നല്ല അമ്പലമാണ്. ഞങ്ങളത് കാരണം അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. അങ്ങനെ കുട്രോളു എന്നല്ല, കുട്രോളിയാണ് അമ്പലത്തിന്റെ പേര്. കുട്രോളി ശ്രീ ഭഗവതി ടെമ്പിൾ ആണ്. ഇവിടെ ഞാനിവിടെ വന്നപ്പോഴേ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, കൂട്ടക്കള ഓഡിറ്റോറിയം എന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെണ്ട കൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ചെണ്ട, പിന്നെ സാധകം ചെയ്യണതിന്റെ സൗണ്ടൊക്കെ. അത് ഞാൻ കേട്ടില്ല, നന്ദിത എന്നോട് പറഞ്ഞത്. പക്ഷെ അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് മുത്തപ്പന്റെ അമ്പലം തോന്നുന്നുണ്ട്. ഇവിടെ ഒരു അമ്പലം ഉണ്ട്, പക്ഷെ അത് അടച്ചിട്ടേക്ക്. നമ്മുടെ മുത്തപ്പന്റെ അമ്പലം പോലെ തോന്നുന്നുണ്ട്. അല്ല, അടച്ചിട്ടേക്കാണ് അത്. പക്ഷെ നല്ലൊരു അടച്ചേക്കുക, തുറന്നിട്ടില്ല. പക്ഷെ നല്ലൊരു അടച്ച സ്ഥിതിക്ക് ഉള്ളിലേക്ക് കയറണ്ട. ഇതിന്റെ പേരാണ്, ഈ അമ്പലത്തിന്റെ പേരാണ് ശ്രീ പുള്ളുറാളി ഭഗവതി ക്ഷേത്ര. പക്ഷെ ഇതൊക്കെ കാണുമ്പോ ആ മേലത്തെ ഇത് കണ്ടോ, മേലത്തെ തെയ്യം പോലെ ഉണ്ട്. തെയ്യം തന്നെ. എന്താണോ അടച്ചിട്ടിരിക്കുന്നത്? അടച്ചിട്ട് എനിക്കറിയില്ല എന്താ. പുല്ലും കയറി കിടക്കുന്നുണ്ട്. പക്ഷെ കൊള്ളാം. അമ്പലത്തിന്റെ അകത്തേക്ക് പോകാൻ പറ്റുമോ തോന്നുന്നില്ല. കണ്ടോ, നല്ലൊരു ഇതാണ് സംഭവം. നല്ലൊരു അന്തരീക്ഷം അല്ലേ. അപ്പൊ അത് അടച്ച സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് കയറണ്ട, അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങോട്ട് കയറ. കുട്ടന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ നമ്മൾ കൊട്ടുന്ന ചെണ്ടയില്ലേ, അതുപോലത്തെ ചെണ്ടയല്ല അത്. ഇത് നമ്മള് ചണ്ടേ എന്നാണ് നമ്മൾ പറയാ. അപ്പൊ ഇതിന്റെ ചണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ചെണ്ടേ പോലെ തന്നെ ഉള്ളൊരു വാദ്യം തന്നെയാണ്. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഷേപ്പ്, നമ്മൾ അതിന്റെ കൊട്ടിന്റെ ശൈലികൾ കുറച്ച് വ്യത്യാസമുണ്ട്. കണ്ടോ, കയറി. അപ്പൊ അങ്ങനത്തെ സാധകം നടക്കുന്നുണ്ട്. പുള്ളിമുട്ടിയിലത്തെ സാധകം ഞങ്ങൾ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അത് ചെണ്ട എന്നുള്ള നമ്മുടെ കേരളത്തിലുള്ള ചെണ്ട പോലത്തെ അല്ല അത്. ഇത് ചണ്ടയെന്നാണെന്നുള്ളത് പറയാം. അപ്പൊ നമ്മള് നാട്ടിലത്തെ ചെണ്ട ഞങ്ങളൊക്കെ കൂട്ടുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോല് ഇങ്ങനെ വെക്കും, ഒന്നില്ലെങ്കിൽ കൈ വെച്ച് കൂട്ടും, അല്ലെങ്കിൽ 2 കോല് വെച്ച് കൂട്ടും. പക്ഷെ ഇവരെ ഇടത്തെ കയ്യിൽ കോല് പിടിക്കുന്നത് അവര് ഇങ്ങനെയാണ് പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ടാണ് അവര് കൂട്ടുക. പിന്നെ ഒരു കോല് വലുതും ഒരു കോല് ചെറുതും, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ശിഷ്യന്മാരിൽ കുറച്ച് പേരൊക്കെ മാംഗ്ലൂരിൽ നിന്നുള്ളവരുണ്ട്. അപ്പൊ അവര് എന്നോട് ഈ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അല്ലേ. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്, നന്ദിത ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ ക്ഷേത്രത്തിനകത്ത്, അതായത് അകത്ത് നമ്മൾ പോയിപ്പോ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ഒബ്സർവ് ചെയ്തു. അവിടെ ബലിക്കല്ലുകളില്ല. ബലിക്കല്ലുകൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അത് നോക്കിയപ്പോ ബലിക്കല്ലുകൾ കണ്ടില്ല. അത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ അത് ഒരു
സ്പെഷ്യാലിറ്റി ആണോ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം അമ്പലത്തിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയില്ലല്ലോ ഇത് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടിയും എനിക്ക് ഇതിൽ ഹൈലൈറ്റ് ചെയ്യാനുണ്ട്. കുഡ്രോളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് നോക്കിയപ്പോൾ എനിക്കൊരു ഇൻഫർമേഷൻ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താന്ന് അതിപ്പോ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഇവരും നോക്കും, നന്ദിതി നോക്കും, എല്ലാവരും നോക്കും. പക്ഷെ എന്നാലും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാനൊന്ന് പറയണ്ടേ എന്താണെന്ന്. അപ്പൊ ഞാൻ ഈ മനസ്സിലാക്കി വെച്ചിടത്തോളം എനിക്ക് അറിഞ്ഞിട്ടുള്ളത് ഇത് 800 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്. 800 വർഷം പഴക്കമുള്ള ഒരു അമ്പലം. അപ്പൊ ഇതില് 13 ഭഗവതിമാരെ ഇവര് 4 രീതി, അതായത് 4 തരത്തിലുള്ള പേരുകളിലാണ് ഇവര് വർഷിപ്പ് ചെയ്യണത്. അതില് ശ്രീ ചേരുംബ ഭഗവതി 4 ഫോംസിലും, ശ്രീ പണ്ടങ്കര ഭഗവതി 5 ഫോംസിലും, അതായത് 5 തരത്തില് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് പറയാം. ശ്രീ പുള്ളറാളി ഭഗവതി, അതായത് നമ്മളിപ്പോ കണ്ടില്ലേ അടച്ചു വെച്ച അത് 5 തരത്തിലാണ് വർഷിപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കൂട്ടക്കല എന്ന് ഇവര് വിളിക്കുന്നത്. ഈ ഓഡിറ്റോറിയം നമ്മളിപ്പോ കണ്ടില്ലേ, കൂട്ടക്കല ഓഡിറ്റോറിയം, അതുകൊണ്ടാണ് ഈ ഓഡിറ്റോറിയത്തിന് കൂട്ടക്കല എന്നുള്ള പേര് ഇവര് വെക്കാനുള്ള കാരണം. അപ്പൊ ഇത് ഒരുപാട് ഭഗവതിമാരുടെ ക്ഷേത്രങ്ങൾ കർണാടകയുടെ ഭാഗത്തും കേരളത്തിന്റെ ഭാഗത്തും കൂട്ടി യോജിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കുഡ്രോളി ശ്രീ ഭഗവതി ക്ഷേത്രം. അപ്പൊ ഇവിടെ ത്രികാല പൂജകള് ഇവര് പൊതുവെ എല്ലാ ദിവസവും മുടങ്ങാതെ 8 മണി, 12:30, 8 മണി രാവിലും രാത്രിയും 8 മണിക്ക്, ഉച്ചയ്ക്ക് 12:30ക്കാണ് ത്രികാല പൂജ ഇവർ ചെയ്യാറുള്ളത്. ഒരുപാട് ഉത്സവങ്ങൾ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഉത്സവങ്ങൾ ഇവർക്കുണ്ട്. എല്ലാ വർഷവും മാർച്ചിലാവുമ്പോഴേക്കും നടവല്ലി ഉത്സവം എന്ന് പറഞ്ഞുള്ളത് അമ്പലത്തിന്റെ 3 ദിവസമായിട്ടാണ് ഇവര് ചെയ്യാറുള്ളത്. പിന്നെ ഭരണി ഉത്സവം ഉണ്ട്, അത് ഭയങ്കര ആഘോഷകരമായിട്ടാണ് ഇവർ ഭരണി ഉത്സവം ചെയ്യുക. പിന്നെ നവരാത്രി ഉത്സവത്തിന്റെ സമയത്ത് 9 ദിവസങ്ങൾ ഒരു പൂജകൾ ഉണ്ടാവും, ഉത്സവങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ ഇവര് ഇവിടുത്തെ ഈ ചെണ്ടമേളം, അതായത് ചണ്ടേമേളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ള ഒരു ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ട് നടക്കുന്നത്. എൻട്രൻസ് പോലെ കണ്ടു, മേ ബി അതൊക്കെ ഓരോരോ ദേവികൾ ആവായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിയില്ല അത്. മേ ബി നമ്മളിപ്പോ ഫസ്റ്റ് ടൈം ഇത് കാണിച്ചു തരാൻ ആരുമില്ല, പറഞ്ഞു തരാനും ആരുമില്ല. പക്ഷെ ഞാൻ ഈ ഗേറ്റ് നോക്കിയപ്പോ, നമ്മളിപ്പോ കാണിച്ച ഗേറ്റില്ല, ആ ഗേറ്റ് നോക്കിയപ്പോ എല്ലാം അടച്ചിട്ട പോലെയായിരുന്നു തോന്നിയത്. പിന്നെ എനിക്കൊരു ഇത് തോന്നിയില്ല, അടച്ചിട്ട കാരണം നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ലല്ലോ. അതന്നെ ഞാൻ പുറത്തേക്ക് തന്നെ അങ്ങോട്ട് വന്നു, ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല. വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ നിൽക്കാറില്ല. തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവും. അതിപ്പോ അമ്പലങ്ങൾ പ്രത്യേകിച്ച് അടച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് കുഡ്രോളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഐതിഹ്യം എന്ന് പറയാം, അല്ലെ? അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാനിത് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതല്ല, ഞാനതൊക്കെ ഗൂഗിളിൽ കയറി ചെക്ക് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. പൊതുവേ ഞാൻ വേറെ എവിടെയെങ്കിലും അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ, നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിക്കും, അവിടുത്തെ ആൾക്കാരോട് ചോദിക്കാം. പക്ഷെ ഇത് ഞാൻ ചോദിച്ചില്ല. അപ്പൊ അത് കാരണം ഞാൻ ഇതൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത്രയും പോപ്പുലർ ആയിട്ടുള്ള, അത്രയും 800 വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ ഈ കാണുന്ന പോലെ ആയിരിക്കില്ല 800 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഒരു ചെറിയൊരു പ്രദേശം, ഒരു അമ്പലം പോലെ ആയിരിക്കും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ വലിയൊരു ക്ഷേത്രങ്ങളും അതിന്റെ ഓഡിറ്റോറിയം, കൂട്ടക്കല എന്നുള്ള ഓഡിറ്റോറിയം. അപ്പൊ ആ കൂട്ടക്കല വരാനുള്ള കാരണം ഇതാണ്, മനസ്സിലായോ?